കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ സിസ്റ്റം അതിലൊരു വലിയ മാറ്റം വരുന്നു. ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ഒരു സുപ്രധാന പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. എന്താണ് ഈ പ്രഖ്യാപനം? എന്തിനാണിങ്ങനെയൊരു മാറ്റം? നമുക്കിതിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഇതാണ് ധനമന്ത്രിയുടെ വാക്കുകൾ. പങ്കാളിത്ത പെൻഷനു പകരം ഞങ്ങളൊരു അഷ്വേർഡ് പെൻഷൻ സംവിധാനം നടപ്പിലാക്കും. അതായത് നിലവിലുള്ള കോൺട്രിബ്യൂട്ടറി പെൻഷൻ സിസ്റ്റം അതിനു പകരമായി അഷ്വേർഡ് പെൻഷൻ എന്നൊരു പുതിയ സംവിധാനം വരുന്നു. ഈയൊരു മാറ്റമാണ് നമ്മളിന്ന് വിശദമായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വരുന്നൊരു ചോദ്യമുണ്ട്. എന്താണ് ഈ അഷ്വേർഡ് പെൻഷൻ? പേര് കേൾക്കാൻ കൊള്ളാം അല്ലേ? പക്ഷെ ശരിക്കും എന്താണിതിന്റെ അർത്ഥം? ഈ പുതിയ പ്രഖ്യാപനം ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് പിന്നോട്ടു പോകണം. ഇതിനു പിന്നിലെ വലിയ പ്രതിഷേധങ്ങളുടെയും ഒരു പതിറ്റാണ്ടോളം പഴക്കമുള്ള ഒരു രാഷ്ട്രീയ വാഗ്ദാനത്തിന്റെയും ഒക്കെ കഥയുണ്ട്. ഇതിന്റെ ഒരു ടൈം ലൈൻ നോക്കിയാൽ സംഭവം കുറച്ചുകൂടി ക്ലിയർ ആവും. 2013 ഈ പങ്കാളിത്ത പെൻഷൻ പദ്ധതി, അതായത് CPS വരുന്നത്. പിന്നെ ഏകദേശം 2016 ഇടതുമുന്നണി അധികാരത്തിൽ വന്നാൽ ഇത് നിർത്തലാക്കുമെന്ന് വാഗ്ദാനം നൽകി. പക്ഷേ ഇപ്പോൾ 10 വർഷം കഴിഞ്ഞിട്ടും ആ വാഗ്ദാനം പൂർണ്ണമായി നടപ്പായില്ല. അപ്പോൾ ഈ നീണ്ട കാത്തിരിപ്പാണ് ഇപ്പോഴത്തെ ഈ പുതിയ പ്രഖ്യാപനത്തിന് ഒരു പ്രധാന കാരണം. ഈ കാലതാമസം കാരണം ജീവനക്കാർക്കിടയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുണ്ടായി. നിങ്ങൾ നോക്കൂ, CPM അനുകൂല സംഘടനകൾ സെക്രട്ടേറിയറ്റിനു മുന്നിൽ രാപ്പകൽ സമരം നടത്തി. NGO അസോസിയേഷൻ 5 ദിവസം സത്യാഗ്രഹമിരുന്നു. എന്തിനേറെ, വിരമിച്ച ജീവനക്കാർ വരെ പഴയ പെൻഷൻ തിരികെ വേണമെന്ന് പറഞ്ഞ് റിലേ സത്യാഗ്രഹം നടത്തി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്കിനി ഈ പുതിയ സംവിധാനം എന്താണെന്ന് വിശദമായിട്ട് നോക്കാം. എന്താണ് ഈ പറയുന്ന അഷ്വേർഡ് പെൻഷൻ? ഈ 3 സിസ്റ്റങ്ങളും തമ്മിലൊന്ന് താരതമ്യം ചെയ്താൽ സംഭവം എളുപ്പത്തിൽ പിടികിട്ടും. നോക്കൂ, പഴയ സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിൽ ജീവനക്കാർ കയ്യിൽ നിന്ന് പണമൊന്നും കൊടുക്കണ്ട, പക്ഷെ പെൻഷൻ ഉറപ്പായിരുന്നു. ഇപ്പോൾ നിലവിലുള്ള പങ്കാളിത്ത പെൻഷനിലോ ജീവനക്കാർ പണം കൊടുക്കണം, പക്ഷെ പെൻഷൻ മാർക്കറ്റിനെ ആശ്രയിച്ചിരിക്കും, ഉറപ്പില്ല. ഇനി വരാൻ പോകുന്ന അഷ്വേർഡ് പെൻഷനോ? അതിൽ ജീവനക്കാർ വിഹിതം അടയ്ക്കണം, എന്നാൽ പഴയ സിസ്റ്റം പോലെ ഉറപ്പുള്ളൊരു പെൻഷൻ സർക്കാർ വാഗ്ദാനം ചെയ്യുന്നു. അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇതൊരിക്കലും പഴയ പെൻഷൻ സിസ്റ്റത്തിലേക്കുള്ള ഒരു മടങ്ങിപ്പോക്കല്ല. കാരണം പഴയ സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിൽ ജീവനക്കാർ വിഹിതം അടയ്ക്കേണ്ടിയിരുന്നില്ല. എന്നാൽ ഈ പുതിയ അഷ്വേർഡ് പെൻഷനിൽ ജീവനക്കാർ തീർച്ചയായും ഒരു വിഹിതം അടയ്ക്കണം. ഇതാണ് പ്രധാന മാറ്റം. അപ്പോൾ ഈ ആശയം എവിടെ നിന്നായിരിക്കും വരുന്നത്? ഒരു സാധ്യത തമിഴ്നാട് മോഡലാണ്. അവിടെ ഇതുപോലൊരു അഷ്വേർഡ് പെൻഷൻ സിസ്റ്റമുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ജീവനക്കാരന്റെ അവസാനത്തെ ശമ്പളത്തിന്റെ പകുതി പെൻഷനായി ഉറപ്പു നൽകുന്നു. അപ്പോൾ കേരളത്തിലും ഒരുപക്ഷെ ഇങ്ങനൊരു രീതിയായിരിക്കാം വരാൻ പോകുന്നത്. ശരി, പ്രഖ്യാപനമൊക്കെ കൊള്ളാം. പക്ഷേ ഇപ്പോഴും ഒരുപാട് കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ഉത്തരം കിട്ടാത്ത കുറേ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. എന്തൊക്കെയാണവ? ഒന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ചോദ്യം ഇതാണ്: ഈ പുതിയ പദ്ധതിയുടെ കൃത്യമായ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സർക്കാർ ഒരു പേര് പ്രഖ്യാപിച്ചു എന്നല്ലാതെ ഇതിന്റെ നിയമവശങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. പിന്നെ ഓരോ ജീവനക്കാരനും അറിയേണ്ട കാര്യം, അവരുടെ ശമ്പളത്തിൽ നിന്ന് എത്ര വിഹിതം പിടിക്കും, അതിലും പ്രധാനമായി അവസാനം അവർക്ക് കിട്ടാൻ പോകുന്ന പെൻഷൻ തുക എങ്ങനെയാണ് കണക്കാക്കുക. ഈ കണക്കുകൂട്ടലുകളെക്കുറിച്ചൊന്നും ഒരറിവും നമുക്കില്ല. അടുത്ത ചോദ്യം, എപ്പോൾ? ഈ വലിയൊരു മാറ്റം എന്നാണ് നടപ്പിലാക്കാൻ പോകുന്നത്? ഇതിനൊരു സമയപരിധിയോ തീയതിയോ ഒന്നും സർക്കാർ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അതും ഒരു വലിയ ചോദ്യചിഹ്നമാണ്. അവസാനം നമ്മൾ ചിന്തിക്കേണ്ട ഒരു വലിയ ചോദ്യമുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന ഈ സമയത്ത് ഈ പ്രഖ്യാപനം ശരിക്കും ജീവനക്കാരുടെ ക്ഷേമം മാത്രം നോക്കിയുള്ളതാണോ? അതോ സംസ്ഥാനത്തിന്റെ ഒരു സാമ്പത്തിക തന്ത്രത്തിന്റെ ഭാഗമാണോ? അതോ ഇതൊരു തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ളൊരു രാഷ്ട്രീയ നീക്കം മാത്രമാണോ? ഇതിന്റെ ഉത്തരം ഒരുപക്ഷെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും.